നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തിരൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവാദം തന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും തിരൂർ നഗരസഭയടക്കമുള്ള വെട്ടം, തലക്കാട്, തിരുനാവായ, ആദവനാട്, കൽപ്പകഞ്ചേരി, വളവന്നൂർ അടക്കം ഉള്ള ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന തിരൂരിൻ്റെ സമഗ്ര വികസനമാണ് വോട്ടർമാർക്ക് മുമ്പിൽ നമ്മൾ വെക്കുന്ന വിശദമായിട്ടുള്ള മാനിഫെസ്റ്റോ. കൃത്യമായി തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ ഓരോ ഗ്രാമപഞ്ചായത്തിലും നടത്തിയിട്ടുള്ള പൊതുജന സമ്പർക്ക പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് കാരണം തിരൂർ നിയോജക മണ്ഡലത്തിലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും എത്രയോ വർഷങ്ങളായി UDFൻ്റെ പ്രതിനിധികൾ മാത്രമാണ് വിജയിച്ചു വരുന്നത്. പക്ഷേ തിരൂരടക്കമുള്ള മണ്ഡലങ്ങളിൽ ഈ നാടിന് വളരാൻ ഉതകുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് വളരെ കൂടുതലാണ്. സ്വകാര്യ മേഖല, അത് പ്രത്യേകിച്ച് പ്രവാസികളുടെ സമ്പത്ത് ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിച്ചതുകൊണ്ടാണ് തിരൂരും പരിസര പ്രദേശങ്ങളും ഇത്രയെങ്കിലും മുന്നോട്ട് പോയിട്ടുള്ളത്. കേരളത്തിലെ മറ്റു ചെറു പട്ടണങ്ങളായാലും വലിയ പട്ടണങ്ങളായാലും ഒക്കെ തന്നെ ഇത്രയും വേഗത്തിൽ വളരുമ്പോൾ ഈ ഒരു പ്രദേശം മാത്രം എങ്ങനെ പിന്നോട്ട് പോയി എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇവിടെ ഒരു മാറ്റം ആവശ്യമാണെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും 2 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് ഞാൻ തിരൂരിലേക്ക് മാറിയിട്ടുള്ളത്. ഈ മണ്ഡലത്തെ നല്ല രീതിയിൽ തന്നെ പിന്നോക്കം പോകാതെ മുന്നോട്ട് നയിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പൊതുസമൂഹത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളും അടക്കമുള്ള ഒരു മാനിഫെസ്റ്റോ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ മാനിഫെസ്റ്റോയിൽ 15 മുഖ്യ വളർച്ചാ മേഖലകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 15 മുഖ്യ വളർച്ചാ മേഖലകളിൽ 15 മെഗാ പദ്ധതികൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതിൽ തന്നെ സവിശേഷമായിട്ടുള്ള 50 പദ്ധതികൾ വേറെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈയൊരു വളർച്ച അടിത്തട്ടത്തിലേക്ക് എത്തണമെങ്കിൽ മൈക്രോ പദ്ധതികൾ നല്ല രീതിയിൽ തന്നെ ആവശ്യമുണ്ട്. അത് ചേർത്തുകൊണ്ട് 100 മൈക്രോ പദ്ധതികളാണ് ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിനായി
അത് സാമ്പത്തിക ആസൂത്രണമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായുള്ള എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത്. തിരൂർ നഗരത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ്റെ ഇംപ്ലിമെൻറ്റിങ് അത് വളരെ പുറകോട്ട് പോയിട്ട് പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ചില താല്പര്യങ്ങൾക്ക് വിധേയമായി നഗരത്തിൻ്റെ വികസനം മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിൽ നിന്നും പിന്നോക്കം പോകാൻ ഇവിടുത്തെ രാഷ്ട്രീയ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായാലും ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായാലൊക്കെ തന്നെ അതിന് വിധേയരായി പിന്നോക്കം നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ 2050 തിരൂരിൻ്റെ സമ്പൂർണമായ വികസന ലക്ഷ്യം പൂർണ്ണമാക്കുക, അതിന് പറ്റിയ രീതിയിൽ തിരൂർ നഗരസഭയും മറ്റ് പഞ്ചായത്തുകളും ചേർന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇതിന് മുഖ്യമായിട്ടുള്ള വളർച്ചാ മേഖലകളെ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തിരൂർ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും വൈസ് ചെയർമാനുമായൊക്കെ തന്നെ ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ കൂടി ജീവിച്ചു വളർന്ന എൻ്റെ നാടിന് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമുണ്ടാവണമെന്ന് വളരെ ആഗ്രഹിച്ച ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വെക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടതാണ് തിരൂർ സ്വപ്നനഗരി പദ്ധതി. ഈ പദ്ധതി ആ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് വെക്കുമ്പോൾ സ്വപ്നനഗരി എന്ന ഒരു സാറ്റലൈറ്റ് പട്ടണം വിഭാവനം ചെയ്ത സമയത്ത് ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യത്തെ ചാലഞ്ച്. അന്ന് തിരൂർ പട്ടണത്തിൽ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന പൊന്നാനിപ്പുഴയോടുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തി. അവിടെ പ്രകൃതി രമണീയമാണ്. തിരൂർ പൊന്നാനിപ്പുഴ ഒഴുകുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഗ്രാമീണ പ്രദേശമാണ്, നഗരമാണെങ്കിലും ഗ്രാമീണ സൗന്ദര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലം ആ നാട്ടിലെ ഭൂവുടമകൾ സൗജന്യമായാണ് അന്ന് നമുക്ക് വിട്ടുവന്നത്. കേരളത്തിൽ ആദ്യമായി ലാൻഡ് പൂളിംഗ് വ്യവസ്ഥയിൽ ഒരു ഭൂമി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ഏറ്റെടുത്ത സ്ഥലം ഇന്നും കൃത്യമായി അത് ഉപയോഗിക്കാൻ ഇവിടെയുള്ള നഗരസഭ കഴിഞ്ഞിട്ടില്ല. ഇത് ഏറ്റെടുത്ത് വന്നപ്പോഴേക്കും വൈസ് ചെയർമാൻ എന്ന രീതിയിലുള്ള എൻ്റെ ആ കാലാവധി പൂർത്തിയായി. പിന്നീട് രാഷ്ട്രീയമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ എങ്കിലും ഞാൻ ആ പദ്ധതി നടപ്പിലാക്കുന്നത് നിരവധി തവണ ശ്രമിച്ചെങ്കിലും UDFൻ്റെ കീഴിലുള്ള അവർ നേതൃത്വം നൽകുന്ന ഒരു നഗരസഭയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള MLAയും MP ഒക്കെ തന്നെ അതിന് വേണ്ടത്ര പിന്തുണ നമുക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് ഇന്നും ആ പദ്ധതി അവിടെ നിൽക്കുകയാണ്. അതുമാത്രമല്ല,
ഈ ഒരു പദ്ധതിക്കായി കേരളത്തിൽ ആദ്യമായി ലാൻഡ് പൂളിംഗ് ഭൂമി നൽകിയിട്ടുള്ള ആ ആളുകൾ അവർ നിസ്സഹായരായി ഇരിക്കുകയാണ്. അപ്പോൾ മുഖ്യ വളർച്ചാ മേഖലകളായി നമ്മൾ കാണുന്ന ഒന്ന് അത് തിരൂർ സ്വപ്നനഗരി പദ്ധതിയാണ്. അവിടെ ഒരു നോളജ് സിറ്റി, അതോടൊപ്പം തന്നെ ഒരു IT ടൗൺഷിപ്പ്, സ്കിൽ പാർക്ക്, ഒരു ഹരിത ബിസിനസ് ഇടനാഴി, അതൊരു പ്രത്യേക സാമ്പത്തിക മേഖലയായി മാറ്റാൻ ഉതകുന്ന രീതിയിലാണ്. ഈ ഒരു പദ്ധതി കഴിഞ്ഞ ഈ ഒരു രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ബന്ധപ്പെട്ട നഗരസഭാ അധികാരികളോട് പറഞ്ഞതാണ്. അവിടെ ഒരു IT പാർക്ക്, അതിനുള്ള സ്ഥലം അവിടെ നമ്മളത് ഉണ്ടാക്കാമെന്നും അതിന് വേണ്ടി വന്നാൽ സ്വകാര്യ നിക്ഷേപം അവിടെ അതിന് വരും എന്ന് പറഞ്ഞെങ്കിലും അന്നത്തെ നഗരസഭ അതിന് താല്പര്യം കാണിക്കാത്തതുകൊണ്ട് ഒരു മന്ത്രി എന്ന നിലയിൽ കേരളത്തിലുള്ള സമയത്ത് ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ടായി. പക്ഷേ ഇന്ന് തിരൂരിൻ്റെ പ്രതിനിധിയായി വരികയാണെങ്കിൽ തീർച്ചയായും ആ പദ്ധതി തിരൂരിൽ നടപ്പിലാക്കാം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ. മറ്റൊരു പദ്ധതി രണ്ടാമതായി നമ്മൾ കാണുന്നത് തിരൂർ പൊന്നാനിപ്പുഴയുടെ പുനരുജ്ജീവനമാണ്. തിരൂരിൽ വസിക്കുന്ന, ഇപ്പോൾ തിരൂരിലെ അതിർത്തിയായുള്ള ചെറുമണ്ടം പഞ്ചായത്തിൽ തുടങ്ങി നമ്മുടെ അതിർത്തിയിലൂടെ കടന്നുപോയി അറബിക്കടലിൽ എത്തപ്പെടുന്ന ഈ പുഴ ഏറ്റവും സൗന്ദര്യമുള്ള പുഴയാണ്. മഹാകവി വള്ളത്തോളിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ തോണിയിൽ കവിത ചൊല്ലിയൊക്കെ തന്നെ പോയിരുന്ന പുഴയാണ് എന്ന് നമ്മൾ ധാരാളം അവരുടെ ചരിത്രങ്ങൾ എഴുതിയതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട്. അപ്പം ആ ഒരു പുഴയുടെ പുനരുജ്ജീവനം, അതിലൂടെ തിരൂർ റിവർ ടൂറിസം പദ്ധതി നടപ്പിലാക്കുക എന്നാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ തിരുനാവായക്ക് പ്രത്യേക പാക്കേജിലൂടെ അവിടെ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളുള്ളൊരു പ്രദേശമാണ്. നവകുംബന്ധ ക്ഷേത്രമായാലും തൊട്ടടുത്തുള്ള തൃപ്പങ്കോട് ദേവൻ്റെ ക്ഷേത്രമായാലും ഏറ്റവും പ്രധാന ത്രിമൂർത്തി സംഗമമാണ് അവിടെ. അതിനോട് ചേർന്ന് വേറെയും കാടാമ്പുഴയുണ്ട്. എല്ലാം നിരവധിയായിട്ടുള്ള നല്ല തീർത്ഥാടന കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട്. അവിടെയാണ് മറ്റൊരു ടൂറിസം പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അത് ബിൽഡിംഗ് ടൂറിസം. അതിന് ഒരു പരിഗണനയും ഇത്രയും കാലമായി ഇവിടെയുള്ള MLA-മാർക്കോ MP-മാർക്കോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു സാധനമാണ്. നിളാതീരത്തുള്ള ഇത്രയും സമ്പന്നമായ ഒരു പ്രദേശം, സർക്കാർ ഭൂമി ധാരാളം അവിടെ ലഭ്യമാണ്. അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ കുംഭമേള നടന്നു. ഇന്ത്യയിൽ നിന്ന് പല ഭാഗങ്ങളിലും അവിടെ ആളുകൾ വന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ള തിരൂരെന്ന പേരിന് ഏറ്റവും അർത്ഥം നൽകുന്ന, തിരൂരിന് ചേർന്ന് നിൽക്കുന്ന തിരുനാവായ, അതിൻ്റെ പ്രത്യേക പാക്കേജിലൂടെ അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് തിരുനാവായക്കുള്ള നമ്മളുടെ പദ്ധതി. അവിടെ ഇതിനോട് ചേർന്ന് തന്നെ ധാരാളം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ തിരുനാവായ തവനൂർ പാലം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പണം അനുവദിച്ച പ്രൊജക്റ്റുകൾ കൂടി അവിടെ ഉണ്ട്.
അതിൻ്റെ കേസുകളൊക്കെ തന്നെ തീരുന്ന മുറക്ക് ആ പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കണം. പിന്നെ തിരൂരിൽ തന്നെ തിരൂരിലെ കായിക പ്രേമികൾ നിരവധി തവണ ആഗ്രഹിച്ചതാണ് തിരൂർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം. 10 കോടി രൂപ നമ്മൾ അന്ന് അനുവദിച്ചു. നഗരസഭ അത് ചർച്ചക്കെടുത്തെങ്കിലും തീരുമാനമായില്ല. നമ്മൾ ആ സ്റ്റേഡിയം കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് തിരൂരിൻ്റെ MLA ആയിരുന്ന ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ആ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം നടത്തിയത്. അവിടെ ഫ്ലഡ് സ്റ്റേഡിയം ലൈറ്റുകളുണ്ടായിരുന്നു, ഗാലറിയൊക്കെ നിർമ്മിച്ചു. പക്ഷേ കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് ആ ഫ്ലഡ് ലൈറ്റ് ഇന്നും പ്രകാശിതമായി നമ്മൾ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഗാലറികളായാലും അവിടുത്തെ ഗ്രൗണ്ടായാലും ഇപ്പോൾ ഒരു തവണ നിർമ്മിച്ചു, അത് നശിച്ചുപോയി. വീണ്ടും നഗരസഭയും MLAയുടെയും ഫണ്ട് വെച്ച് വീണ്ടും അത് നവീകരിക്കുകയാണ്. അത്രയും രൂപ വീണ്ടും നഷ്ടപ്പെടുകയാണ്. അവിടെ കൃത്യമായി പരിപാലിച്ചില്ലെങ്കിൽ ഒരു ടർഫ് ഗ്രൗണ്ടും പുല്ല് വെച്ച ഗ്രീൻ ടർഫ് ഗ്രൗണ്ടും നിലനിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ കൃത്യമായ മെയിൻ്റനൻസിന് പണം കണ്ടെത്തണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ നിലവിലുള്ള സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥാവകാശം മുനിസിപ്പാലിറ്റി തന്നെ നിക്ഷിപ്തമാണ് എന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ രാഷ്ട്രീയ കാരണങ്ങളാൽ അതിന് താല്പര്യപ്പെട്ടില്ല. മാത്രമല്ല എത്രയോ വർഷമായി അത് സ്റ്റേഡിയമായി ഉപയോഗിക്കുകയാണ് തിരൂർ നഗരസഭ. അവിടെ ആ ഭൂമി ഇന്നും നെഞ്ച ഭൂമിയായിട്ടാണ് നിൽക്കുന്നത്. അത് തിരൂരിലെ മുൻ കൗൺസിലറായിരുന്ന TV മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്തായിരുന്നു. ആ സ്വത്താണ് അവർ അക്വിസിഷനിലൂടെ ഏറ്റെടുത്തത്. അന്നത് നെൽപ്പാടമായിരുന്നു, ഇന്നും അത് നെൽപ്പാടമായി നിലനിൽക്കുകയാണ്. ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അത് തിരൂർ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ളതാണ്. ഈ എത്രയും പ്രൊജക്റ്റുകൾ വന്നിട്ടും ആ അസറ്റ് നെഞ്ചഭൂമിയിൽ നിന്നും അത് മാറ്റി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഭൂമി ആക്കി മാറ്റാൻ ഇതുവരെയും നഗരസഭ കഴിഞ്ഞിട്ടില്ല. അതിൽ കൃത്യമായ ഒരു ഓഡിറ്റിംഗ് വന്നാൽ ഇപ്പോൾ അവിടെ ചെലവഴിച്ചുള്ള സർക്കാർ ഫണ്ടുകൾ ചിലപ്പോൾ തിരിച്ചടക്കേണ്ട കാര്യം വരും. പക്ഷെ ഞങ്ങളാരും അത്തരം ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല. നെഞ്ചഭൂമിയിൽ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനുകൾ ഉണ്ടാക്കുന്നത് ഒരു തെറ്റാണ്. പക്ഷേ നമ്മൾ നിരവധി തവണ അതൊന്ന് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അത് നെഞ്ചഭൂമി തരം മാറ്റി ഏറ്റവും നല്ല സ്റ്റേഡിയവും അതിനോട് ചേർന്നുള്ള ഷോപ്പ് റൂമുകളും നിർമ്മിച്ചാൽ ആ പണം ഉപയോഗിച്ച് തിരൂരിലെ മുഴുവൻ കായിക പ്രേമികൾക്കും രാവിലെ നടക്കാനും കളിക്കാനും ഒക്കെയുള്ള സൗകര്യം അവിടെ ഉണ്ടാവും. അതിൻ്റെ മെയിൻ്റനൻസിലുള്ള തുക ഈ ഷോപ്പ് റൂമുകളിൽ നിന്നും, ടൗണിലുള്ള സ്ഥലമാണ്, അതിൽ നിന്ന് ഒരു 4-5 ഷോപ്പ് റൂമുകളുടെ പണം ഉപയോഗിച്ച് അതിന് ശമ്പളം കൊടുക്കാനും LCT പണമടക്കാനും അത് പുല്ല് കൃത്യമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കും. ഇതാണ് നമ്മൾ അതുമായി ഈ പണം കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞത്. പക്ഷേ അവിടുത്തെ ഇപ്പോൾ കായിക പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സ്പോർട്സ് കൗൺസിലിനെ അന്ന് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതും നല്ല രീതിയിൽ തന്നെ നടക്കാതെ പോയി എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ഈ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പരാതി വന്നത് റോഡുകൾ ഗതാഗത യോഗ്യമല്ല എന്നുള്ളതാണ്. ദുഃഖകരമായ ഒരവസ്ഥയാണ്. കേരളത്തിലെ എല്ലാ നഗരങ്ങളായാലും പ്രാദേശിക റോഡുകളായാലും ഏറ്റവും നല്ല രീതിയിലുള്ള റോഡുകൾ നിർമ്മിച്ച കാലഘട്ടമാണ്. ഇത്രയും നല്ല റോഡുകൾ കേരളത്തിൽ ഒരു ഭരണ കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അത്രയും നല്ല റോഡുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അതിൽ നാഷണൽ ഹൈവേ ആകട്ടെ, തീരദേശ ഹൈവേ ആകട്ടെ, മലയോര ഹൈവേ ആകട്ടെ,
സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് ജില്ലാ റോഡുകളാകട്ടെ എല്ലാം. പക്ഷെ ഇത്രയധികം പരാതികൾ വന്ന മറ്റൊരു സ്ഥലമില്ല. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയി. കാരണം കേരള വികസന മാതൃക എന്നുള്ളതിൻ്റെ ഒരു തരി പോലും ഈ നാട്ടിലെത്തിയില്ല എന്നത് ലജ്ജിപ്പിക്കുന്നതാണ്. കേരളത്തിൻ്റെ മാതൃകയായിട്ടുള്ള രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള 10 വർഷമാണ് കടന്നുപോയത്. ഇപ്പോൾ തൊട്ടടുത്ത് കോട്ടക്കൽ MLA അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു അഭ്യർത്ഥന ഞാൻ വായിച്ചു. അദ്ദേഹം അതിൽ എഴുതിയത്, എൻ്റെ മണ്ഡലം കോട്ടക്കൽ മണ്ഡലം പ്രതിപക്ഷ MLA ആണ്, മുസ്ലിം ലീഗിൻ്റെ MLA ആണ്, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അദ്ദേഹം എഴുതിയത്, എൻ്റെ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ 2000 കോടി രൂപ, ആ 2000 കോടി രൂപ എനിക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു. അത്രയും വികസന പ്രവർത്തനങ്ങൾ കോട്ടക്കൽ മണ്ഡലത്തിൽ നടത്തി എന്നുള്ള ഒരു അദ്ദേഹം ആദ്യമായി ഇറക്കിയ കുറിപ്പാണ് എന്ന് എല്ലാ വീടുകളിലുമുണ്ട് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ. അതെങ്ങനെ സാധ്യമായി? UDF ഭരണകാലത്ത് ഒരിക്കൽ പോലും, ഇപ്പോൾ തവനൂരും പൊന്നാനിയൊക്കെ തന്നെ KT ജലീലും ശ്രീരാമകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു എന്ന് CPMൻ്റെ MLA-മാരെ, അവർ ചോദിച്ചിട്ട് പോലും 1 രൂപ കൊടുക്കാത്ത ഒരു കാലമായിരുന്നു UDFൻ്റെ ഭരണകാലഘട്ടം. പക്ഷേ ഇവിടെ കോട്ടക്കൽ മാത്രമല്ല, ഏറനാടായാലും വള്ളിക്കുന്നായാലും, ഈ മലപ്പുറം ജില്ല മാത്രം എടുത്താൽ മലപ്പുറം ജില്ലയിലെ എല്ലാ മുസ്ലിം ലീഗിൻ്റെ MLA-മാർക്കും ആവശ്യമായുള്ള പണം അവർ പ്രൊജക്റ്റുകൾ കൊടുത്ത് വാങ്ങി അത് നടപ്പിലാക്കി എന്നുള്ള. തിരൂരിൽ അതുണ്ടായിട്ടില്ല. ആ ഒരു കാര്യം സത്യത്തിൽ എന്താണ് കേരള വികസനത്തിൻ്റെ മോഡലെന്നൊക്കെ തിരൂർ ജനങ്ങൾക്ക് അറിയാതെ പോയത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണങ്ങൾ പറയാൻ ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് സ്മാർട്ട് റോഡ് മിഷൻ എന്ന് തന്നെയാണ്. തിരൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും BMBC ആക്കി മാറ്റുക, എല്ലാ ഗ്രാമീണ റോഡുകൾക്കും ആവശ്യമായ പണം കണ്ടെത്തി അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ്. അത് സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ വിജയിച്ചു വന്നാൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് ഈ പദ്ധതിക്ക്, ആദ്യത്തെ പദ്ധതി റോഡുകൾ നവീകരിക്കുക എന്നതിൽ തന്നെ ആയിരിക്കും. അതാണ് പ്രധാന ദൗത്യമായി നമ്മൾ ഏറ്റെടുത്തുള്ളൂ. ഇപ്പോൾ തിരൂരിൻ്റെ റോഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട തിരൂരിലെ സിറ്റിംഗ് MLA അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൽ കണ്ടത് 300 കോടി എന്തോ അദ്ദേഹം ചെലവഴിച്ചു എന്നൊക്കെയാണ്. ഗുഡ്. ഇതിൽ ഇന്നലെ മറ്റൊരു പ്രസംഗം കേട്ടു, പനമ്പാലം നിർമ്മിച്ചത് തിരൂരിൽ MLA ആണെന്ന് പറഞ്ഞു. താനൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ഞാനൊരു കാര്യം നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, തിരൂരിൽ ജില്ലയുടെ മന്ത്രി എന്നുള്ള നിലയിൽ ഇടപെട്ടിട്ടാണ് തിരൂർ താഴേപ്പാലം പാലം നിർമ്മിച്ചിരുന്നു. UDFൻ്റെ കാലത്ത് അതിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മിച്ച് ഈ ഭരണത്തിൻ്റെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് ഇടതുപക്ഷ ഭരണകാലത്ത് നമ്മൾ പണം ആവശ്യപ്പെട്ട് വാങ്ങിയിട്ടാണ് അവിടെ നിർമ്മിച്ചത്. തിരൂർ സിറ്റി ജംഗ്ഷനിലെ ഓവർബ്രിഡ്ജ് എത്രയോ വർഷങ്ങളായി ഓവർബ്രിഡ്ജായി നിലനിൽക്കുകയായിരുന്നു, അതിന് അപ്രോച്ച് റോഡ് ഉണ്ടായിരുന്നില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അവിടെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോട് നിർബന്ധമായി ആവശ്യപ്പെട്ട് ഈ 2 പ്രവൃത്തികൾക്കും ബന്ധപ്പെട്ട അന്നത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള അംസക്കുട്ടി അവരുടെ കത്ത് നേരിട്ടും ഒരു കത്ത് മന്ത്രി, ജില്ലയിലെ മന്ത്രി എന്നുള്ളതിൽ എനിക്കും തന്നിരുന്നു. കൃത്യമായി പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് അതിനുള്ള പണം നിർബന്ധം അനുവദിച്ചാണ് ഇപ്പോൾ ആ 2 അപ്രോച്ച് റോഡ് നിർമ്മിച്ചു. 3ാമത്തെ അപ്രോച്ച് റോഡ് പോലീസ് ലൈനിൽ നിന്നും പുതുതായി വന്ന നാഷണൽ ഹൈവേയിലേക്കുള്ള കണക്ടിവിറ്റി വേണം എന്നുള്ളത് കൊണ്ട് ചെറിയ മണ്ടത്തുള്ള മീശപ്പടിയിൽ നിന്നും വരുന്ന റോഡിനെ നമ്മൾ 12 മീറ്റർ വീതിയിലാക്കി BMNBC ചെയ്തു. ആ റോഡൊക്കെ വീതി കൂട്ടി
അവിടെ എഴൂരിൽ നിന്നും പുഴയ്ക്ക് കുറുകെ കോട്ടയിലത്തറ പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ ആ പാലത്തിന് പണി കഴിഞ്ഞു. ഈ റോഡിനെ ഇങ്ങോട്ട് എത്തിക്കണമെങ്കിൽ പിന്നീട് വേണ്ടത് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയായിരുന്ന അഹമ്മദിന്, അദ്ദേഹം ആ സ്ഥാനം വഹിക്കുന്ന സമയത്ത് തിരൂരിൻ്റെ MP കൂടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ അനുവദിച്ചൊരു ഓവർബ്രിഡ്ജ് എത്രയോ വർഷങ്ങളായി, 20 വർഷമായി അവിടെ നിൽക്കുകയായിരുന്നു. അതിന് ശേഷം UDFൻ്റെ ഭരണം 2 തവണ വന്നു. അവിടെ ഒരു അപ്രോച്ച് റോഡ് അത്രയും കാലം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞു 5 വർഷം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം വന്നു. അവിടെയും ആ റോഡിന് പണം കണ്ടെത്താൻ ശ്രമം ഉണ്ടായില്ല. ഇവിടെ ഇത്തവണ നമ്മുടെ ആ റോഡിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് സെൻട്രൽ ഫണ്ട്, നമ്മുടെ കേരള ഗവൺമെൻറ് പൊതുമരാമത്ത് വകുപ്പാണ് അതിന് നമ്മൾ ഇവിടുന്ന് ഒരു പ്രപ്പോസൽ കൊടുക്കുക. നമ്മൾ ആ പ്രപ്പോസൽ ഉൾപ്പെടുത്തി ആ റോഡ് ഇപ്പോൾ ആ അപ്രോച്ച് പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഞാനത് സൂചിപ്പിക്കാൻ കാരണം, പനമ്പാലത്തിന് ക്ലെയിം ചെയ്തോ, അത് വേറെ കേസ്. പനമ്പാലം എന്നുള്ള പയ്യനങ്ങാടിയിൽ നിന്നുള്ള റോഡ് പനമ്പാലം വരെയുള്ള ഡെവലപ്മെൻറ്റിൻ്റെ പണവും പനമ്പാലം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി തിരൂർ ഭാഗത്തിന് വെച്ച പണമാണ്. അത് ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ച് ആ ഒരു റോഡ് വീതി കൂട്ടാനും പാലം പണിയാനും തീരുമാനിച്ചപ്പോൾ കൂടുതൽ വാഹനങ്ങൾ വരുന്നതുകൊണ്ട് വീതി കൂട്ടാൻ വന്നിട്ട് നമ്മളവിടെ എക്സിക്യൂഷൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ജനങ്ങളോട് സഹകരിച്ചെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ റോഡാണത്. അപ്പോൾ നമ്മൾ തന്നെ ഇടപെട്ട് ധാരാളം പദ്ധതികൾ നമ്മൾ തിരൂരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തിരൂർ ബോയ്സ് ഹൈസ്കൂൾ ഏറ്റവും പഴയ സ്കൂളാണ്, കെട്ടിടം നിർമ്മിച്ചു. പറവണ്ണ ബോയ്സ് ഹൈസ്കൂൾ അവിടുത്തെ PTA കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ട് മന്ത്രി പണം കൊടുത്തത്. ഗേൾസ് ഹൈസ്കൂൾ ഇതേപോലെ കുഴപ്പമുണ്ടായി. അവിടുത്തെ പെൺകുട്ടികൾ തിരുവനന്തപുരത്ത് വന്നു, നേരെ മന്ത്രി അപ്പോൾ തന്നെ ആ കുട്ടികളുടെ അപേക്ഷ പ്രകാരം പണം കൊടുത്തു. ഏഴൂർ ഹൈസ്കൂളിൻ്റെ കെട്ടിടം, GLPCൻ്റെ കെട്ടിടം, ഇതൊന്നും ഇവിടുത്തെ MLAയുടെ ഒരു ശ്രമം പോലും അദ്ദേഹം നടത്തിയില്ല. നേരിട്ട് PTA പ്രസിഡന്റുമാരുടെ അപേക്ഷ പ്രകാരം തിരൂരിന് വാങ്ങിക്കൊടുത്താണ്. ഇതാണ് ഇതിൻ്റെ വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നമ്മുടെ കയ്യിൽ ഇരിക്കുക. മറ്റൊരു പദ്ധതി, തിരൂരിൻ്റെ സാംസ്കാരിക ചരിത്രം എല്ലാവർക്കും അറിയാം. മലയാള ഭാഷാപിതാവിൻ്റെ നാട്, തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം അടക്കമുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ, തുഞ്ചൻ പറമ്പ്, ഇതെല്ലാം തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാ വർഷവും തിരൂർ മഹോത്സവം സംഘടിപ്പിക്കാൻ, അത് തുഞ്ചൻ പറമ്പുമായി ചേർന്നുകൊണ്ട് തന്നെ അത് നടത്തണം എന്നാണ്. അതിൽ മെഗാ ട്രേഡ് ഫെയർ ഇതെല്ലാം തന്നെ ചേർത്തുകൊണ്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഡിസ്പ്ലേ മാധ്യമപ്രവർത്തകർക്കും തിരക്കുണ്ടാവും. പിന്നീട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരൂർ നോളജ് ആൻഡ് എംപ്ലോയബിലിറ്റി ഹബ്ബായി ഒരു കേന്ദ്രം വികസിപ്പിക്കാനാണ്. അവിടെ PSC പോലുള്ള പരീക്ഷകൾ, IAS പോലുള്ള ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെ, സ്കിൽ ലാബ്, ഇതെല്ലാം തന്നെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. തിരൂർ ഇൻഡസ്ട്രിയൽ പാർക്ക് മുമ്പേ നമ്മൾ വിഭാവനം ചെയ്താണ്.
വർഷങ്ങൾക്ക് മുമ്പ് വിഭാവന ചെയ്ത പദ്ധതിയാണ്. അത് നടപ്പിലാക്കാൻ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ച മണ്ണാണ് നമ്മുടേത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര സ്മരണകൾ ഉണർത്തുന്ന വാഗൺ ട്രാജഡി മ്യൂസിയം അത് തിരൂരിൽ ആരംഭിക്കും എന്നതാണ് ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തിരൂരിൽ ഒരു പുതിയ മാർക്കറ്റ് പണിയാൻ ഉള്ള ഒരു തീരുമാനം ഇതിലൂടെ മുന്നോട്ട് വെക്കുകയാണ് ഈ മാനിഫെസ്റ്റോയിൽ. 50 കോടി രൂപ ചെലവിൽ പുതിയ ഫ്യൂഷൻ വെജിറ്റബിൾ മാർക്കറ്റ് തിരൂരിൽ ആരംഭിക്കും. അത് ഏറ്റവും പുതിയ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ നിർമ്മിച്ചു വരുന്ന ഏറ്റവും ആധുനിക സൗകര്യമുള്ള ഫിഷ് മാർക്കറ്റായിരിക്കും. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ളൊരു മാർക്കറ്റാക്കി മാറ്റാനാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ തന്നെ തിരൂർ പദ്ധതി എന്നുള്ള, ഇപ്പോൾ തിരൂരിൻ്റെ പൈതൃകം എന്നുള്ളത് പൈതൃക നഗര പദവി തിരൂരിന് കിട്ടണം. തുഞ്ചൻപറമ്പ് തിരുനാവായ, വാഗൺ ട്രാജഡി, മയിൽപ്പത്തൂർ, അതോടൊപ്പം തന്നെ രാജഭരണ കാലശേഷിപ്പുകൾ തുടങ്ങിയ ചേർത്തുകൊണ്ടുള്ള വലിയൊരു പദ്ധതിക്കാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സാംസ്കാരിക ചർച്ചകളിൽ അത് നിരവധി ഉത്സവങ്ങളും നേർച്ചകളൊക്കെ ഉണ്ട് നമ്മളുടെ. അതെല്ലാം തന്നെ അതിൻ്റെ ചർച്ചകൾ വരുന്ന രീതിയിൽ അത് ചെയ്യണം. ഇതിൽ തിരൂർ സമൃദ്ധി എന്നൊരു പദ്ധതി നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. അതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അതെല്ലാവർക്കും ഗ്യാരണ്ടി നൽകുക എന്നുള്ളതാണ്. സമ്പൂർണമായ കുടിവെള്ള പദ്ധതി. ഇന്ന് നിരവധി പഞ്ചായത്തുകളിൽ കുടിവെള്ള പദ്ധതി അല്ലെങ്കിൽ ശുദ്ധജലത്തിൻ്റെ അഭാവം നല്ല രീതിയിലുണ്ട്. അത് പരിഹരിക്കപ്പെടണം. അതുതന്നെ മറ്റൊരു കാര്യം, ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ കുറേ കൂടി ശക്തമാണ്. ഇപ്പോൾ തിരൂർ ജില്ലാ ആശുപത്രി നമ്മുടെ പത്രമാധ്യമങ്ങൾ എന്നും വിമർശിച്ചുകൊണ്ട് എഴുതുന്നതാണ്. അതിൻ്റെ നവീകരണം ഉറപ്പുവരുത്തും. അത് ഇന്ന് തിരൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം തിരൂർ പരിസര പ്രദേശങ്ങളും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ നവീകരണം ഉറപ്പുവരുത്തും. ഡിജിറ്റൽ പങ്കാളിത്തം അത് നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരണം. സാമ്പത്തിക സുരക്ഷ, ഇതെല്ലാം തന്നെ തിരൂർ സമൃദ്ധി എന്നുള്ള ആ സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ കാർഷിക മേഖലയിൽ കൂടുതൽ ഉണർവുണ്ടാക്കുന്ന നിരവധി പദ്ധതികൾ, അത് പരമ്പരാഗത കൃഷികളുടെ പുനരുജ്ജീവനം, ഇപ്പോൾ വെറ്റില പോലുള്ള താമര, ഇപ്പോൾ തിരുനാവായത്തിലെ താമര കൃഷി കുറേ കൂടി വിപുലമാക്കേണ്ടതുണ്ടാവും. അതിൻ്റെ മാർക്കറ്റിംഗ് ശക്തമാക്കാൻ ഉള്ള നടപടികളുണ്ടാവും. കാർഷിക മൂല്യവർദ്ധിത വിപണി വിപുലീകരിക്കാനുള്ള നടപടികളുണ്ട്. ഇപ്പോൾ ഇന്നൊക്കെ തന്നെ ആദവനാട് ഞങ്ങൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും സ്വീകരണത്തിനായി നൽകുന്നത് അവർ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും നെല്ല്, തേന്, ഇതൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ കൃഷിക്ക് പുതിയ ഉണർവ് നൽകാനുള്ള നിരവധിയായ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കും. നമ്മൾ ഡിസീസ് ഫ്രീ തിരൂർ എന്ന മറ്റൊരു പദ്ധതിക്ക് രൂപം നൽകുകയാണ്. അതിൽ സമഗ്ര ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഹെൽത്ത് കെയർ ഹബ്ബ് പോലുള്ള അടിസ്ഥാന ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണം, അതോടൊപ്പം തന്നെ എമർജൻസി മെഡിസിൻ അത് കുറേ കൂടി ശക്തമാക്കേണ്ടതുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മളിതിലും. എല്ലാ പഞ്ചായത്തുകളും ഡയാലിസിസ് സെൻ്ററുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ഫിസിയോതെറാപ്പി കേന്ദ്രങ്ങൾ, കീമോതെറാപ്പി പോലുള്ള കേന്ദ്രങ്ങൾ നമ്മൾ ആരംഭിക്കാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ 15ാമത് മറ്റൊരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള എൽഡേഴ്സ് പാർക്ക്, ജെറിയാട്രിക് സേവനങ്ങൾ എന്നത് നൽകുന്ന സംവിധാനം വിപുലപ്പെടുത്തും. ഇതോടൊപ്പം തന്നെ നിരവധി പൊതുപദ്ധതികൾ ഉണ്ട്. അത് ബന്ധപ്പെട്ട രേഖകളിൽ നിങ്ങൾക്ക് നൽകാം എന്നതാണ്.
ഞാൻ കൂടുതൽ നിങ്ങളുടെ സമയം എടുക്കുന്നില്ല. അപ്പോൾ അതിൽ തന്നെ ഉള്ളത് അംഗനവാടികൾ, ധാരാളം അംഗനവാടികൾ തകർന്നു വീഴാറായതുണ്ട്. അത് നിരവധി പരാതികളാണ് അംഗനവാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് മുഴുവൻ അംഗനവാടികളും പുതുക്കിപ്പണിയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ, സ്വന്തമായി സ്ഥലമില്ലാത്ത സർക്കാർ സ്കൂളുകൾക്ക് സ്വന്തം സ്ഥലത്തിൽ അവരുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും. തിരൂർ ജില്ലാ ആശുപത്രിയെ ആധുനികവൽക്കരിക്കുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും. അപ്പോൾ തിരൂർ മണ്ഡലത്തിൽ തന്നെ എല്ലാ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളുടെയും വിപുലീകരണം അത് നിർബന്ധമാണ്. തിരൂരിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം അനുഭവപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ റോഡ് വികസനത്തോടൊപ്പം തന്നെ ഈ ജംഗ്ഷൻ വിപുലീകരണം നിർബന്ധമായും നടപ്പിലാക്കും. പിന്നെ എല്ലാ പഞ്ചായത്തുകളിലും പൊതു ശ്മശാനം അത് കൊണ്ടുവരിക. അപ്പോൾ തിരൂരിൽ തന്നെ നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന സമയത്താണ് പൊറ്റിലത്തറയുടെ നവീകരണം നമ്മൾ നടത്തിയത്. പിന്നെ ആവശ്യമായുള്ള മെയിൻ്റനൻസുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ ചെടി വെച്ച് പിടിപ്പിച്ചു, കുളം നവീകരിച്ചു, അവിടെ ബോഡി കഴുകുന്നതിനൊക്കെയുള്ള പുതിയ കെട്ടിടങ്ങളൊക്കെ ആ കാലഘട്ടത്തിലാണ് നമ്മൾ നിർമ്മിച്ചത്. കുടുംബശ്രീയുടെ മൈക്രോ പദ്ധതികൾ കൂടുതൽ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഒരു വീട്ടിൽ ഒരു സംരംഭം എങ്കിലും തുടങ്ങുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പദ്ധതി, ധാരാളം ജലാശയങ്ങൾ, തോടുകൾ, കുളങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് തിരൂരിൻ്റെ സൗന്ദര്യം എന്നുള്ളത് ഒരു കാലത്ത് കുളങ്ങളും തോടുകളുമായിരുന്നു. എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ നവീകരണം നമ്മൾ ലക്ഷ്യം വെക്കുകയാണ്. ഈ ഒരു പദ്ധതി ജലാശയങ്ങളുടെ നവീകരണം എന്നുള്ളത് ഇപ്പോൾ സർക്കാരിൻ്റെ പ്രകടനപത്രികയിൽ കൂടി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നത്. അത് കേരളത്തിലുടനീളമാണ്, പ്രത്യേകിച്ച് തിരൂരിൽ ആ ഒരു പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മാപ്പിംഗ്, രൂപീകരണം മുതലായുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തിരൂർ പൊന്നാനിപ്പുഴ ഏഴൂർ കഴിഞ്ഞാൽ ഒരു തോടായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മാപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ അതിനെ ഭാരതപ്പുഴയിൽ നിന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും തിരൂരിലേക്ക്. അപ്പോൾ ഉണ്ടെങ്കിലും അത് കൃത്യമായി തന്നെ അത് ഉപയോഗപ്പെടുന്നില്ല. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്കതിനെ മാറ്റിയെടുക്കാൻ ആണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ മാനിഫെസ്റ്റോ ഞാൻ പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ താനൂരിൽ കൃത്യമായ 10 വർഷങ്ങൾക്ക് മത്സരിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞ മിക്ക കാര്യങ്ങളും ഇപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലും പലതും പൂർത്തീകരിച്ചിട്ടാണ് താനൂരിൽ നിന്നും ഞാൻ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. തിരൂർ നഗരസഭ, താനൂർ വെട്ടം പഞ്ചായത്തുകൾ, വളവന്നൂർ, ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഇവരെല്ലാം തന്നെ പ്രത്യേകം പദ്ധതികൾ, കൽപ്പകഞ്ചേരി, തിരുനാവായ, തലക്കാട് എല്ലാവരും പ്രത്യേകം അവിടെ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. ഞാനത് സമയം നിങ്ങളത് കൂടുതൽ കവരുന്നില്ല. ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ തിരൂരിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തിരൂരിലെ പ്രാദേശിക പത്രപ്രവർത്തകർ, നമ്മുടെ മറ്റ് ചാനൽസൊക്കെ ഉണ്ട്, പക്ഷേ അവരെപ്പോഴും ഉയർത്തിയിരുന്ന നിരവധി പ്രശ്നങ്ങൾ അതാത് സമയങ്ങളിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ പ്രാദേശികമായുള്ള ആവശ്യങ്ങൾ പലപ്പോഴും ഇവിടെ പ്രാദേശിക ചാനലുകൾ മുന്നോട്ട് വെച്ചില്ല. അത്തരം ആവശ്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം തന്നെ നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്യുന്നു. അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ജനങ്ങൾ പറയുന്ന പരാതികൾ എപ്പോഴും നിങ്ങൾ മാർക്ക് ചെയ്യാറുണ്ട് സത്യസന്ധമായി.
അതുകൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പട്ടണത്തിൻ്റെ വികസനം എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വളർന്നു വരേണ്ട ഒരു ചെറുപട്ടണമാണ് തിരൂർ. ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു നാടാണ് തിരൂർ. റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ്. കേരളത്തിൽ റെയിൽവേ തുടങ്ങുന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് തിരൂരും താനൂരും ഒക്കെ. താനൂരിലെ റെയിൽവേ സ്റ്റേഷൻ MLA ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ നവീകരിച്ചത്. പക്ഷെ തിരൂർ എന്നൊരു മേജർ സിറ്റിയിൽ, മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരൂരിൽ 36ഓളം ട്രെയിനുകൾ നിർത്താതെ പോവുകയാണ്. ഇവിടെ 70 വർഷമായി മുസ്ലിം ലീഗിൻ്റെ MP-മാർ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അവരുടെ കാര്യക്ഷമത ഇല്ലായ്മ, ഈ നാട്ടിന് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ട ഇത്രയും വർഷമായി ഒരു ചോദ്യം പൊതുസമൂഹത്തോട് ഈ ഒരു വേളയിൽ ഞാൻ ചോദിക്കുകയാണ്. എന്താണ് അവർ ഈ MP-മാർ ഈ നാട്ടിന് നൽകിയിട്ടുള്ള സംഭാവന? ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഇത്രയും വർഷമായി മുസ്ലിം ലീഗിൻ്റെ MLA-മാർ ജയിച്ചു പോയ മണ്ഡലത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയുന്നത് കേൾക്കാൻ തിരൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പൊതുവെ 70 വർഷമായി നിരന്തരം തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ. അപ്പോൾ അതിനുശേഷം MLA അവർ വന്നു. ഞാൻ പറഞ്ഞല്ലോ, കോട്ടക്കലും വള്ളിക്കുന്നൊക്കെ താരതമ്യം ചെയ്തു പറഞ്ഞു. എന്തുകൊണ്ട് കേരള വികസന പദ്ധതിയുടെ ഭാഗമായി കിട്ടിയുള്ള പണം അല്ലെങ്കിൽ കിട്ടാമായിരുന്ന പണം ഇവിടെ ഉപയോഗിച്ചില്ല? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ തിരൂരിലെ ഒരു റോഡ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു. MLA ആ സദസ്സിൽ പങ്കെടുത്തില്ല. അവിടെ വെച്ചാണ് നമ്മൾ ആ ഒരു പുതിയ പ്രപ്പോസൽ നൽകിയത്. ആ റോഡും ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹം അറിയേണ്ടതുണ്ട്, ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. തിരൂരിൻ്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ്. ഞാൻ മുമ്പ് മാധ്യമ സുഹൃത്തുക്കളൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു, എൻ്റെ ഇത്തവണത്തെ മത്സരം ഒരു പ്രാദേശിക താല്പര്യം എന്ന് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു പ്രാദേശിക താല്പര്യമാം എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള അഭിമാനം. എൻ്റെ നാട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരുമുള്ള വലിയൊരു സൗഹൃദബന്ധം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ നിങ്ങൾ ഇത്രയും വർഷം എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, സത്യത്തിൽ ഈ ഒരു 4-5 ദിവസമായി തിരൂരിൻ്റെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഞാൻ സഞ്ചരിച്ചു. എവിടെയും ഒരു നല്ല റോഡ് പോലും കാണുന്നില്ല എന്നത് ഏറെ ദുഃഖകരമാണ്. എന്നെ സംബന്ധിച്ച് ഞാനെടുത്ത തീരുമാനം ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് തിരൂരിലെ എൻ്റെ ആദ്യവട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ യാത്രയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരൂരിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു അവസരം ലഭ്യമാകാൻ, അതിനുള്ള അവസരമൊരുക്കാൻ പൊതു സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. നടത്തിയല്ലോ അല്ലേ? നമ്മൾ ഇടക്കൊന്ന് ഇട്ടല്ലോ. എങ്ങനെ ചെയ്യും? ഞാൻ ഡേറ്റിലാണ് ഉദ്ദേശിച്ചത് അല്ലേ? സ്റ്റേഡിയം സ്പോർട്സ് കൗൺസിലിന് മന്ത്രി കൈമാറാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ കൈമാറുന്ന പക്ഷം പ്രാദേശികമായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ലെന്നുമാണ്. അതിൻ്റെ ഒരു വിശദീകരണം എന്താണ് മന്ത്രിയുടെ ഭാഗത്ത്? കേരള സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഈ കഴിഞ്ഞ 10 വർഷം വന്നതിന് ശേഷം
3750 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത വകുപ്പുകൾ മുഖാന്തരം നേരിട്ടുള്ള കായിക വകുപ്പും 1250ഓളം കോടി രൂപയുടെ വർക്കുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സ്പോർട്സ് കോംപ്ലക്സുകൾ പണിതത് കേരളത്തിലാണ്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള സ്പോർട്സ് കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 100ഓളം വിദ്യാലയങ്ങളിൽ പുതിയ സ്കൂളിന് ആവശ്യമായ അതോടൊപ്പം തന്നെ പുറത്തുള്ള ആളുകൾ കളിക്കാവുന്ന കളിക്കളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഗ്രൗണ്ടുകൾ വലിയ ഇപ്പോൾ താനൂരിലെ കാട്ടിലങ്ങാടിയിൽ വലിയ ഗാലറിയൊക്കെ ഉള്ള വലിയ സ്റ്റേഡിയമാണ്. ഇപ്പോൾ ഫിഷറീസ് ഹൈസ്കൂളിൽ അതേപോലെ ഞാൻ അടുത്തുള്ള 2 ഉദാഹരണം പറഞ്ഞു. അതേപോലെ 100ഓളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നഗരസഭകൾ, ഗ്രാമപഞ്ചായത്തുകൾ തുടങ്ങിയവ ചേർന്നിട്ടുള്ള ധാരാളം സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു. 30ഓളം സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നു എങ്കിൽ കൃത്യമായ ഒരു MOU അതിനുണ്ടാവും. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കോംപ്ലക്സ്, അതിൽ സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്, ഫുട്ബോൾ ടർഫുണ്ട്, ഏകദേശം 70,000-ഓളം സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ ഇൻഡോർ സ്റ്റേഡിയം, മേപ്പിൾ വുഡ് വിരിച്ച്. അപ്പോൾ ഏകദേശം 12 കോർട്ടുകൾ ഒന്നിച്ചുണ്ടാവും. അതിൽ IM വിജയൻ്റെ പേരിലാണ് നമ്മൾ ആ സ്റ്റേഡിയം തുടങ്ങി, ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ ഞാൻ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു ഉദാഹരണം മാത്രം പറയാം അങ്ങയുടെ ചോദ്യത്തിന്. അവിടെ നമ്മൾ വെച്ചൊരു MOU, ആ MOUയിൽ പറയുന്നത് ഒരു പ്രോപ്പർട്ടി സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോൾ ആ ഭൂമി ഒരിക്കലും സർക്കാരിൻ്റെതല്ല, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥയിൽ തന്നെയാണ് അതുണ്ടാവുക. അതിൽ വരുന്ന മെയിൻ്റനൻസ് അത് സംയുക്തമായി ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും ഈ മെയിൻ്റനൻസ് കഴിഞ്ഞ് വരുന്ന എത്ര പണമുണ്ടെങ്കിലും എത്ര ലക്ഷം ബാക്കിയുണ്ടെങ്കിലും അത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എടുക്കാം. അപ്പോൾ തിരൂരിൽ ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. തിരൂർ സ്റ്റേഡിയം നമ്മൾ നവീകരിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അവിടെ മുൻപുള്ള ഒരു അനുഭവം അവിടെ നിൽക്കുകയാണ്. അതാണ് ഫ്ലഡിൽ സ്റ്റേഡിയം പുല്ലുകൾ നശിച്ചു പോയത്, ഗാലറി ഇപ്പം നശിച്ചു പോകുന്നത്, ചുറ്റുപാടുള്ള വൃത്തിഹീനമായ അന്തരീക്ഷമൊക്കെ അതാണ്. അപ്പോൾ അത് ഓരോ മാസവും പുല്ല് കട്ട് ചെയ്യുക, കറണ്ടിൻ്റെ പൈസ അടക്കുക, അവിടെ വൃത്തിയാക്കുക, ഗാലറി കാലാകാലം പെയിൻ്റ് അടിക്കുക, ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതിനാണ് ഈ പണം സെപ്പറേറ്റ് കണ്ടെത്താൻ പോകുന്നത്. ആ പണം കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ഈ ഒരു മെയിൻ്റനൻസിനുള്ള പണം കിട്ടിയാൽ പുറത്തുനിന്നുള്ള അവിടെ ഉപയോഗിക്കുന്ന ആർക്കും പിന്നെ സൗജന്യമായി ഉപയോഗിക്കാം. ഏതെങ്കിലും മാച്ചുകളൊക്കെ നടക്കുമ്പോൾ, മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് സാധാരണയായി മുനിസിപ്പാലിറ്റി വാങ്ങുന്ന പണം അവർക്ക് വാങ്ങും. മാത്രമല്ല അവിടെയും നമ്മളൊരു ഏറ്റവും നല്ല ഒരു പ്രൊജക്റ്റ് വെച്ച് കൊടുത്തു. ആ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്കറിയാം ടൗണിലാണ്, ഫ്രണ്ട് ഭാഗത്ത് മുഴുവൻ ഗാലറി നിർമ്മിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ഷോപ്പ് റൂമുകൾ നിർമ്മിക്കുക. 2 തട്ടിലായി ഷോപ്പ് റൂമുകൾ നിർമ്മിക്കാൻ പറ്റും. അത്രയും ഉയരമുള്ള ഗാലറിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഒരു 4-5 കടമുറികളുടെ പണം മാത്രം മെയിൻ്റനൻസിൽ മാറ്റിവെക്കുക. വാച്ച്മാനെ നിയമിക്കാൻ ഇത്തരത്തിലുള്ള ആളുകളെ, ഈ പുല്ല് കൃത്യമായി സൂക്ഷിക്കാനൊക്കെ ആളുകളെ വെക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആളുകൾക്ക് വന്ന് അവിടെ പ്രാക്ടീസ് ചെയ്യാനോ ഒരു വ്യായാമം നടത്താനോ ഒരു പണം പോലും ഈടാക്കാതെ അത് നടത്താൻ കഴിയും. മെയിൻ്റനൻസ് കൃത്യമായി ഈ പണം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ മുന്നോട്ട് വെച്ച്, ഇതാണ് കേരളത്തിൽ ഒട്ടും ഇപ്പോൾ നടക്കുന്നത്. കസ്റ്റോഡിയൻ നഗരസഭ തന്നെ ആവും. കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ അവരെ ഭൂമിയല്ലേ. ഈ അസറ്റ് എന്ന് പറഞ്ഞാൽ നഗരസഭയുടേതാണ്. നഗരസഭയുടെ ഭൂമി അവർക്കല്ലാതെ പിന്നെ സർക്കാരിന് കിട്ടുമോ? പക്ഷെ അവിടെ പറഞ്ഞ മറ്റൊരു കാര്യം അതിന് MOUയിൽ തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രാക്ടീസുകൾ ഇപ്പോൾ ഒരു സർക്കാർ പദ്ധതി വന്നു, അല്ലെങ്കിൽ ഒരു പരിശീലന പരിപാടികൾ വരുമ്പോൾ, അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ മുനിസിപ്പാലിറ്റി ഏതെങ്കിലും പരിപാടി വെച്ചു, ഇത് രണ്ടും ക്ലാഷ് ആകാൻ പാടില്ല. അപ്പോൾ മുൻകൂട്ടി
ഒരു മാസത്തെ മുൻകൂട്ടി കിട്ടുമല്ലോ അവിടുത്തെ ഡേറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത്, അത് നേരത്തെ പറയുക. അത് തമ്മിലൊന്ന് ചർച്ച ചെയ്യണം. ഈ ഒരു യോഗം ചേർന്ന് അല്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് ഈ കായിക വകുപ്പിൻ്റെ പരിപാടികൾ വരുമ്പോൾ അതും നഗരസഭയുടെ പരിപാടി ഇതുകൊണ്ട് ക്ലാഷ് ചെയ്യാതെ ഡേറ്റുകൾ ചിട്ടപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. അതേപ്പുറം മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഇതിവിടെ മാത്രമല്ലാന്ന്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ പട്ടണങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ വിജയകരമായി നടത്തിയിട്ടുണ്ട്. വയനാടിൽ, കാസർഗോഡ്, ഇടുക്കി, എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിൽ ഒരു തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നോക്കൂ, ഞാൻ അവിടെ കുംഭമേള നടത്തുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ പറയുന്നത് എന്താ, അത് ത്രിമൂർത്തി സംഗമമാണ്. ഞങ്ങളൊക്കെ തന്നെ ഈ പ്രദേശങ്ങളൊക്കെ ഏറ്റവും പവിത്രമായി ഒരു സ്ഥലമായി കരുതുന്ന ആളുകളാണ് കേരളത്തിലെ. ഇപ്പോൾ ഞങ്ങളെ തിരൂരൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ തന്നെ, അതെല്ലാവരും അങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ തൃപ്പങ്കോട് മഹാശിവക്ഷേത്രം, നവാകുന്ദ ക്ഷേത്രം, ഇപ്പോൾ കാടാമ്പുഴ, ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ മറ്റു ക്ഷേത്രങ്ങളില്ല. അവിടെ വലിയൊരു പ്രത്യേകതയുണ്ട്. അതിനെ ചേർക്കുക എന്നുള്ളത്, അത് കുംഭമേളയും ഒന്നുമല്ല, ഞാൻ കുംഭമേള നടന്നു എന്നുള്ളത് ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. അതിനെ ചേർത്ത് വെക്കുക, അതിലേക്ക് ഇപ്പോൾ ധാരാളം തീർത്ഥാടകർ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അവിടെ ഇല്ല. അതൊരു വസ്തുതയാണ്. ഇപ്പോൾ ഒരു റെസ്റ്റ് റൂം പോലും അവിടെ ഇല്ല. ഒന്ന് എന്താ പറയുക, ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ പോലും നല്ലൊരു സ്ഥലം അവിടെ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇതിനോട് ചേർന്നിട്ടുള്ള താമരക്കുളം അത്ര സുന്ദരമാണ്. അത് നവീകരിക്കുക. അവിടെ ധാരാളം, അപ്പോൾ അവർക്കുള്ള ചെറുകിട കൃഷിക്കാർക്ക് നല്ല രീതിയിൽ തന്നെ അവരുടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ പറ്റും. അവിടെ ഈ ടൂറിസം എന്നുള്ള ഉദ്ദേശം, ഈ താമര കൃഷിയൊക്കെ കാണാൻ വരിക എന്നുള്ളൊരു കാഴ്ചയാണ്. ഇന്ത്യയിൽ മറ്റെവിടെയാണ് ഇത്രയും നല്ല താമരകൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന മറ്റൊരു ഇടം ഇല്ല എന്ന് തന്നെ പറയാം. വളരെ അപൂർവമാണ്. അതോടൊപ്പം തന്നെ ഭാരതപ്പുഴയുടെ സൗന്ദര്യം അത് ആസ്വദിക്കാൻ ഇപ്പോൾ ആ ഭാഗങ്ങളിൽ ധാരാളം സ്ഥലങ്ങൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രക്കുളം, അത് ബലിയർപ്പിക്കുന്ന ബലിപീഠങ്ങൾ ഇപ്പോൾ ഓരോ കാലങ്ങളും ചെറുതായിട്ടൊക്കെ ചെയ്ത് കുറച്ചും കൂടി വിപുലമാക്കിയാൽ വരുന്ന തീർത്ഥാടകരെ ഇപ്പോൾ, അല്ലെങ്കിൽ അവിടെ ബലിയർപ്പണത്തിന് വരുന്ന, പിതൃതർപ്പണത്തിന് വരുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അവർ കാത്തു നിൽക്കുകയാണ് ഒരാൾ കയറിയതിന് ശേഷം മറ്റാൾ പോവുക എന്നുള്ളത്. കുറേ കൂടി അത് വിലപ്പെടുത്തുന്നു. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. അവിടെ അത് ചെയ്യേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, അവിടെ KT ജലീൽ അദ്ദേഹത്തിൻ്റെ കാലത്തും ഒക്കെ തന്നെ അവിടെ ചെറിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് അവിടെ അത്തരത്തിലൊരു പദ്ധതി ആദ്യമായി തുടങ്ങുന്നത്. പിന്നീട് വന്ന ഒരു MLA അദ്ദേഹം കുറച്ച് പണം വെച്ചു. പക്ഷേ ഇതൊന്നും വിപുലമായിട്ടില്ല ഒരു വസ്തുതയാണ്. ഇപ്പോൾ മാമാങ്ക സ്മരണങ്ങളുണ്ട് അവിടെ. ആ മാമാങ്ക സ്മരണയിലേക്ക് പോകാൻ കൃത്യമായൊരു വഴി പോലുമില്ല. മണിക്കിണറിലേക്ക് പോകാൻ വഴി പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇതെല്ലാം സർക്കാർ നേരിട്ട് വന്നിട്ടാണോ ചെയ്യേണ്ടത്? അല്ലല്ലോ. ആരാണോ ജനപ്രതിനിധി അവരല്ലേ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതിനാണല്ലോ ജനങ്ങൾ അവരെ തിരഞ്ഞെടുക്കുന്നത്. അതാണല്ലോ തിരൂരിൻ്റെ കുറവ് ഇപ്പോൾ ഉള്ളത്. അതാണ് ഞാൻ പലപ്പോഴും ആദ്യം പറഞ്ഞത്. കോട്ടക്കൽ MLA തന്നെ പറയുന്നു, ഞാൻ ഇത്രയും പണം ഉപയോഗിച്ചു, ഈ സർക്കാർ ഇത്രയും പണം അനുവദിച്ചു എന്ന് പറയുമ്പോൾ പണം അനുവദിക്കുന്ന അതിന് ഒരു കുറവും ഈ ഗവൺമെൻറ് വരുത്തിയില്ല എന്ന് മനസ്സിലായില്ലേ? ബഡ്ജറ്റിന് പുറമെ 1,10,000 കോടി രൂപ കേരളത്തിൽ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ പണത്തിൻ്റെ കുറവ് ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ഉപയോഗിക്കാൻ അറിയാത്തൊരു കുഴപ്പം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാനവിടെ മിനിഞ്ഞാന്ന് പോയതാണ്. ഈ ടേം കഴിയാറുമായി. ഇപ്പോൾ ഞാനും കുറുക്കോളിയൊക്കെ നീ MLA ആവോ അല്ലേ എന്നൊക്കെയുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്.
ഇതേവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെയും അറിവ്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ബഡ്ജറ്റിൽ ഇപ്പോൾ ഞാൻ അദ്ദേഹം നിരവധി പദ്ധതികൾ വെച്ചു എന്നാണ് അറിഞ്ഞത്. പക്ഷേ ബഡ്ജറ്റിലുണ്ടെങ്കിൽ നടക്കുമായിരിക്കാം ഈ കാര്യത്തിൽ. ഇത്തരത്തിൽ ഒരു അപകടം അവിടെ വരുന്നു എന്നുള്ളത്, വരാൻ പോകുന്നു എന്നുള്ളത്, ആ അപകടം നടന്നതിന് ശേഷമാണ് അത്തരത്തിൽ ഒരു ചർച്ച നടന്നതായി ഞാൻ അറിയുന്നത്. ഇത്തരത്തിൽ അവിടെ വിനോദസഞ്ചാര ബോട്ടുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേട്ടിരുന്നു. അവിടെ ധാരാളം ആളുകൾ വരുന്നു എന്ന് കേട്ടിരുന്നു. അത് കൃത്യമായി പരിശോധിക്കാനുള്ള ജോലിയായിരുന്നു. അവിടെ ഒരു തദ്ദേശ സ്വയംഭരണത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള അവിടെ പ്രഖ്യാപിതമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രം എന്നത് ടൂറിസം വകുപ്പ് നേരിട്ട് ചെയ്യുന്നില്ല. ഇത് സ്വകാര്യ വ്യക്തികളോട് ചേർന്ന് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെ അംഗീകൃതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അംഗീകൃതമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്ന് കണ്ടെത്താനും അതിന് നടപടിയെടുക്കാനുമുള്ള അധികാരമുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ലൈസൻസ് കൊടുത്താലും, ഇപ്പോൾ ടൂറിസം കൊടുത്താലും, അത് പഞ്ചായത്തിൽ അത് അപേക്ഷിച്ച് മറ്റൊരു ലൈസൻസ് പഞ്ചായത്ത് ലൈസൻസ് വേണം. പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലാതെ അവിടെ ബോട്ട് അല്ലെങ്കിൽ വിനോദസഞ്ചാരം നടത്തുന്ന ബോട്ടുണ്ടായിരുന്നെങ്കിൽ അത് നടപടിയെടുക്കേണ്ടിരുന്നത് പഞ്ചായത്തായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ, അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആ സ്ഥലം കൗൺസിലറും കൂടി സംസാരിക്കുന്ന ഒരു ശബ്ദ രേഖ എനിക്ക് കിട്ടി. ഞാനത് കേട്ടപ്പോൾ തന്നെ ഇത് അവരുടെ ശബ്ദമാണോ എന്ന് ഞാൻ നോക്കി. കൃത്യമായി തന്നെ അന്നത്തെ മുനിസിപ്പൽ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ തന്നെ തമ്മിൽ ഫോണിൽ സംസാരിച്ച ഒരു ദുരന്തം നടന്നതിന് ശേഷമാണ് നമ്മൾ തന്നെ ഇത് അറിയുന്നത്. ആദ്യമായി ഓടിയെത്തിയ ഒരാൾ കൂടിയാണ് അവിടെ, ദുരന്ത ഭൂമിയിൽ ആദ്യമായി ഓടിയെത്തിയ ഒരാൾ കൂടിയാണ് MLA എന്നുള്ളതിൽ ഞാൻ സത്യത്തിൽ മനസ്സ് മരവിച്ച ഒരു സംഭവം കൂടെ. സത്യത്തിൽ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇനി കാണരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഇപ്പോൾ നോക്കുക, ആ ഒരു ശബ്ദരേഖ നോക്കൂ. സൗണ്ട് ഉണ്ട്, എന്താണെന്നൊന്ന് പറഞ്ഞു. മുകളിൽ ഇപ്പം കണ്ടില്ലേ ഒരു എന്തെങ്കിലും അറിഞ്ഞോ? എന്താണെന്ന് പറയുക. മുകളിൽ ഇപ്പം കണ്ടില്ലേ ഒരു അപകടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, അപ്പൊ മുകളിൽ ഇപ്പം കണ്ടില്ലേ നമ്മളെ ഭാഗത്തുനിന്ന് കുറെ ആളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ബോട്ടിലൊക്കെ നല്ല ആളുകളാണ്. മുമ്പ് നമ്മളെ ഭാഗത്തുനിന്നൊക്കെ കുറെ ആളുകൾ പോയിരുന്നു. ഒരു ബോട്ടിലൊക്കെ നല്ല ആളുകളെ കയറ്റുന്നുണ്ട്. അപ്പം ആകെ പെർമിറ്റുള്ള ആകെ വന്നിട്ടുള്ളൂ എന്നാ തോന്നുന്നത്. ബാക്കി മുഴുവനോ പെർമിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ. അപ്പം എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നഗരസഭക്കായിരിക്കും കൂടുതൽ ആളുകൾ കുറ്റം പറയില്ല. അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് അല്ല പത്രവാർത്തയെങ്കിലും കൊടുക്കണം. പത്രവാർത്തല്ല, നാളെ അവർക്ക് രേഖാമൂലേ നാളെ ഇവിടുന്ന് എന്തായാലും നടപടി ഉണ്ടാക്കാം. നമ്മൾ ഇവിടുന്ന് സബ് പോലീസിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യിക്കണം. അപ്പം നീ ചെയ്യിക്കാം, എന്തായാലും ഇടപെടാം. ഓക്കെ. എന്തായാലും നടപടി ഉണ്ടാക്കാം. നമ്മൾ ഇവിടുന്ന് സബ് പോലീസിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യിക്കണം. അപ്പം നീ ചെയ്യിക്കാം, എന്തായാലും ഇടപെടാം. ഓക്കെ. ഈ ഒരു ശബ്ദരേഖ അപകടം നടക്കുന്നതിന് മുമ്പ് അവർ തമ്മിലുള്ള ഒരു ചർച്ചയാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത വന്നതിന് ശേഷം MLA ആണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ സമയത്ത് എനിക്കൊരു സുഹൃത്ത്, അതിൽ തന്നെയുള്ളൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് എന്നെ നല്ലവണ്ണം അറിയാം. അയാൾ പാർട്ടിക്കാർ ബന്ധപ്പെട്ട UDFൻ്റെ ആൾ തന്നെ എനിക്ക് അയച്ചു വന്നാണ്.
ഇത് യഥാർത്ഥ ശബ്ദമാണ്, യഥാർത്ഥ ആളുകളാണ്. ഈ ശബ്ദം കേൾക്കുന്നവർക്കും അവരെ പരിചയമുള്ളവർക്കും അറിയാം അവരുടെ ശബ്ദമാണ്. ഇതല്ലേ വസ്തുത. താനൂർ ബോട്ടപകടം നടക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ഇത്തരത്തിലൊരു അപകടം വരാൻ പോകുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ അറിയാമായിരുന്നു. അവിടുത്തെ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറിയാമായിരുന്നു. അവിടുത്തെ വാർഡ് കൗൺസിലർക്ക് അറിയാമായിരുന്നു അപകടം സംഭവിക്കാൻ പോകുന്നു. അവർക്ക് എന്നെ വിവരം അറിയിക്കാമായിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അടിയന്തരമായി ഇടപെടണം. പക്ഷെ അവർ ചെയ്തതെന്താ? നഗരസഭ അവിടെ ഇത്തരം ബോട്ടുകൾക്ക് വന്നു നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം പുഴയിൽ നിർമ്മിച്ചു, അനുവാദമില്ലാതെ. ആ പ്ലാറ്റ്ഫോം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ആരറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്? നഗരസഭയ്ക്ക് അവിടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബോട്ടുകൾ ഉണ്ട് എന്ന് നഗരസഭ ചെയർമാനെ തന്നെ അവിടുത്തെ അന്നത്തെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുന്നു. മുകളിൽ അന്നത്തെ നഗരസഭാ ചെയർമാൻ, രണ്ടാമത്തത് അവിടുത്തെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മൂന്നാമത്തത് ആ വാർഡിൻ്റെ കൗൺസിലർ. ഇവർ തമ്മിൽ ചർച്ച ചെയ്യാണ്. അപ്പോൾ ഈ ഇത്രയും മരണത്തിൻ്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ഈ ഗവൺമെൻറ് ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ശക്തമായ നടപടിയെടുത്തു. ഇതിന് ഇത്തരത്തിൽ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനും അത് ഇനി മുതൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിനെ വെച്ച് അവർ കമ്മീഷൻ വെച്ചു. താനൂർ ബോട്ടപകടം അതിൻ്റെ റിപ്പോർട്ടുകൾ വരാൻ പോവുകയാണ്. അവിടെ പോലീസിൻ്റെ അന്വേഷണം നടന്നു. ആ പോലീസ് അന്വേഷണത്തിൽ അവിടെ ഈ അപകടം നടന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. അവിടെ കോടതിയിലും കൊടുത്തിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് അവിടുത്തെ MLA അതിൽ പങ്കാളിയാകാം? അവർ പറയുന്നു ലൈസൻസിന് നമ്മളെ PS വിളിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു PS വിളിച്ചിട്ടില്ല. ഇപ്പോൾ ഇതേ കാര്യം കോഴിക്കോട് സൗത്തിൽ അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. ദേവർകോവിലിന് മത്സരിക്കുന്ന സ്ഥലത്ത് ഇതേ സ്ഥാനം ഉന്നയിക്കുകയാണ്. അവിടെ ബോട്ട് അപകടത്തിന് ഉത്തരവാദി, 200 ആളുകളെ കൊന്നതിന് ഉത്തരവാദി ദേവർകോവിലാണ്. അവിടെ വാദിക്കുന്നു. ഇവിടെ പറയുന്നു താനൂർ MLA ആണെന്നത്. ഇതിലേതാ ശരി? കോഴിക്കോട് സൗത്തിൽ വളരെ വലിയ രീതിയിൽ ഇത്തരത്തിലൊരു പോപ്പക്കണ്ട നടക്കുകയാണ്. അവിടെ തെറ്റായിട്ടുള്ള ഒരു പ്രചരണം അവിടെയും നടക്കുന്നുണ്ട്, ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഉത്തരവാദികളാണ്? യഥാർത്ഥ ഉത്തരവാദികൾ എന്നുള്ളത് നഗരസഭ, അന്നത്തെ നഗരസഭയും നഗരസഭാ കൗൺസിലുമാണ് എന്ന് ഈ ശബ്ദരേഖയിൽ നിന്നും തെളിവായിട്ടുണ്ട്. ഇവർ അവിടെ വന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തവണ ഓഫീസിൽ വന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞു ഈ കാര്യം കൊണ്ട് ഞങ്ങളെടുത്ത് വരരുത്. ഇത് ബന്ധപ്പെട്ട വകുപ്പിൽ, അത് ടൂറിസം ആണെങ്കിൽ ടൂറിസം, ഹാർബർ ആണെങ്കിൽ ഹാർബർ, അവരോട് നേരിട്ട് നിങ്ങൾ അപേക്ഷ നൽകി അത് വാങ്ങണമെന്ന് ഇവർ ആ സമയത്ത് അറിയിച്ചതാണ്. അപ്പോഴാണ് നഗരസഭയെ ഒത്താശയോട് കൂടി അവിടെ ആളുകൾക്ക് ഇറങ്ങിക്കയറാനുള്ള പ്ലാറ്റ്ഫോം അടക്കം നിർമ്മിച്ചുകൊണ്ട് ഈ ഒരു അപകടത്തിന് ആക്കം കൂട്ടിയത് താനൂർ നഗരസഭയാണ്. എന്തിനാണ് MLAയുടെ പേരിൽ ഇത്ര വലിയ ആരോപണങ്ങൾ, തെറ്റായ ഒരു ആരോപണം നടത്തേണ്ട ആവശ്യകത എന്താ? ഇപ്പം എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ചാനൽ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. MLAയുടെ PS എന്താ പേഴ്സണൽ സെക്രട്ടറി ഫോൺ ചെയ്തു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വാർത്ത ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് അവർ. പക്ഷേ ഞാൻ കേട്ടിട്ടില്ല. റിപ്പോർട്ടർ ചാനലിൽ V. അബ്ദുറഹ്മാൻ എന്ന മന്ത്രിയുടെ PS അവിടെ വിളിച്ചു പറഞ്ഞു എന്ന് ഞാൻ കേട്ടില്ല. ഞാൻ പറയാം, അവർ പറയുന്നൊരു കാര്യം പറഞ്ഞത്. ഇതിൻ്റെ യാഥാർത്ഥ്യം, സത്യസന്ധമായ അതിൻ്റെ കാര്യം ഇതാണ്. ഈ അപകടം നടക്കുന്നതിന് മുമ്പ് കൃത്യമായി അപകടം നടക്കും എന്ന് നഗരസഭ, ഉത്തരവാദിത്തപ്പെട്ട നഗരസഭാ ചെയർമാൻ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടു. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്? അത് മറ്റൊന്നുമല്ല, പരാജയ ഭീതി ലീഗിനെ പിടികൂടിയിട്ടുണ്ട്, അതാണ്, മറ്റൊന്നുമല്ല. ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിടാത്തത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രീതി, അതിൻ്റെ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. ബഹുമാനപ്പെട്ട ആ അന്വേഷണ കമ്മീഷൻ്റെ അതിൻ്റെ ജഡ്ജ് അദ്ദേഹം 6 മാസം കൂടി സമയം ചോദിച്ചിട്ടുണ്ട് റിപ്പോർട്ട് നൽകാൻ. അത് ക്യാബിനറ്റിൽ ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള 1 മാസം മുമ്പുള്ള ക്യാബിനറ്റിൽ അതുമായിട്ടുള്ള നോട്ട് വന്നിട്ടുണ്ട്.
അതിൻ്റെ കാലാവധി സർക്കാർ നീട്ടിക്കൊടുത്തിട്ടുണ്ട് അവിടെ. അങ്ങനെ തെളിവുകൾ നിൽക്കുമ്പോൾ കളവ് പറയേണ്ട ആവശ്യം എന്താ? അവിടെ റിപ്പോർട്ട് നൽകുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ജഡ്ജാണ് അത് അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരെങ്കിലും സമ്മതം വേണം? ആരും വേണ്ട. സമയം അതിൽ സർക്കാരിന് ഇപ്പോൾ JB കമ്മീഷൻ റിപ്പോർട്ട് ഞാനായിരുന്നു വകുപ്പ് നോക്കിയിരുന്നത്. അത് കൃത്യമായി സമർപ്പിച്ചു. ഇപ്പോൾ അത് നടക്കുന്നില്ലേ? ഈ ഗവൺമെൻറ് കാലത്തുള്ളതാണ് പറഞ്ഞത്. ഈ ഗവൺമെൻറ് കാലത്തുള്ള മറ്റൊരു റിപ്പോർട്ടാണ് താനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ടുള്ളത്. അവിടെ 6 മാസം കൂടി ഈ വസ്തുതകൾ കൂടുതൽ സ്പഷ്ടമാക്കുക. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള മറ്റൊരു അപകടം ഇനി ഉണ്ടാവാൻ പാടില്ല എന്നതിനുള്ള ഒരു റിപ്പോർട്ട് കൂടി സർക്കാർ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൂടി സമർപ്പിക്കാൻ 6 മാസം സമയം ചോദിച്ചു. നമ്മുടെ ക്യാബിനറ്റ് ആ സമയം ഇപ്പോൾ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് അവതരിപ്പിക്കാത്തത്. ജനങ്ങളെ തെറ്റ്. എന്ത് ഭയം? ആർക്കാ ഭയം? ആർക്കാണ് ഭയം? ഇവിടെ ആരും ഭയക്കണമൊന്നുമില്ല. കളവ് പറയുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരികയാണ്, പുച്ഛിക്കുകയാണ്. നമ്മൾ പുച്ഛിച്ച് തള്ളുകയാണ്. ഇതിനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതല്ലേ സത്യം? ഇപ്പോൾ നിങ്ങൾ തന്നെ കേട്ടല്ലോ, ഈ ശബ്ദം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇദ്ദേഹത്തെ സ്വകാര്യമായിട്ട് ഏതെങ്കിലും ഫോൺ വിളിക്കുക, ഇയാളെ ശബ്ദമാണെന്ന് നോക്കൂ. രണ്ടാമത്തെ ആളെ ഫോണിൽ വിളിക്കുക, അയാളെ ശബ്ദമാണെന്ന് നിങ്ങൾ നോക്ക്. മൂന്നാമത്തെ കൗൺസിലർ ഫോൺ ചെയ്ത് അയാളെ ശബ്ദമാണോ എന്ന് നിങ്ങൾ നോക്ക്. അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട ടെസ്റ്റിനേക്ക് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളല്ലേ നിങ്ങളുടെ മുമ്പിൽ ശബ്ദം കേൾപ്പിച്ചത്, നിങ്ങൾ അയക്കൂ. അതിൻ്റെ ആവശ്യമായ പരിശോധന നടത്തി ഈ വസ്തുത അവർ പറയുന്നത് അതാത് വ്യക്തികളാണോ അതോ മറ്റെന്തെങ്കിലും കൃത്രിമമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അതിനല്ലേ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്ര പരസ്യമായി ഈ കാര്യം നമ്മൾ പ്രദർശിപ്പിച്ച്. ഇതിൽ എല്ലാവർക്കും അന്ന് ആ അപകടത്തിൽ മരിച്ച ഹതഭാഗ്യരായ ആളുകൾക്കുള്ള സർക്കാരിൻ്റെ ധനസഹായം കൊടുത്തു. ഈ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കുമുള്ള ചികിത്സ സൗജന്യമായി തന്നെ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കമ്മീഷന് മുമ്പാകെ ഒരു കുടുംബം അന്ന് പറഞ്ഞു ഇങ്ങനെ ചികിത്സാ സഹായം ലഭ്യമായിട്ടില്ല. അന്നത്തെ ജില്ലാ കളക്ടർ ഈ ചികിത്സകൾ സൗജന്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു GO പുറത്തിറക്കിയിട്ടുണ്ട്. ആ GOയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് താനൂർ ബോട്ട് അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും സൗജന്യമായി അസുഖം മാറുന്നവരെ ചികിത്സ സൗജന്യമാണ്. അതിൽപ്പെട്ട ഒരു കുടുംബം സർക്കാരിൻ്റെ ചികിത്സ പോരാ എന്ന് പറഞ്ഞ് മറ്റൊരു ആശുപത്രിയിൽ പോയി. ആ ആശുപത്രിയിലെ ബില്ല് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴും അവർക്ക് ആ പണം കിട്ടും. അതിനുള്ള സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർക്കൊക്കെ തന്നെ സൗജന്യ ചികിത്സയും ഒക്കെ നൽകിയിട്ടുള്ളത്. തെറ്റായിട്ടുള്ള കാര്യം പ്രചരിപ്പിക്കുകയാണ്. ആ കുടുംബം നാളെ വരട്ടെ, നിങ്ങളുടെ മുമ്പിൽ നാളെ വരട്ടെ. നോക്കൂ, ഇപ്പോഴും ബന്ധപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടറെ അവർക്ക് സമീപിക്കാം. അവർക്ക് ഇന്ന കാര്യങ്ങളിൽ പണം ലഭ്യമായിട്ടില്ല. ഇവിടെ സർക്കാരിൻ്റെ ജോലി എന്താ? അവർക്ക് കൃത്യമായി ചികിത്സ ലഭ്യമാകണം എന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക. വാക്കാൽ പറയാൻ കഴിയില്ല ഉദ്യോഗസ്ഥരോട്. ആ ഉത്തരവ് നമ്മൾ പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് മലപ്പുറം ജില്ലാ കളക്ടറെ അടുത്തിരിക്കുകയാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടർ. അദ്ദേഹത്തിന് ചിലപ്പോൾ ഇതറിയുന്നുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് എന്നെ കുറവ് വന്നിട്ടുണ്ട്, ഇവിടെ ഇതിന് ഉത്തരവ് മുമ്പുണ്ടായിരുന്നു എന്ന കാര്യം അവരോട് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുമല്ലോ. ജില്ലാ കളക്ടർമാരുടെ ജോലി അവരെ കൃത്യമായി തന്നെ നിർവഹിക്കുന്ന ആളുകളാണ് ജില്ലാ കളക്ടർമാർ. ഏറ്റവും കഴിവുള്ള ജില്ലാ കളക്ടർമാരാണ് കേരളത്തിലുള്ളത്. അവരത് ചെയ്യും. അവരടുത്ത് ചെല്ലണ്ടേ? പരാതി പത്രക്കാരുടെ മുമ്പിലല്ല, ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ. അത് മന്ത്രിമാരെ MLA മുമ്പിൽ എന്നല്ല ഞാൻ പറയുന്നത്. ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെ മുമ്പിൽ നാളെ രാവിലെ അവർ ചെല്ലട്ടെ. അവിടെ അതിൻ്റെ കോപ്പി ഉണ്ടല്ലോ. ആവശ്യമായുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ അവർക്ക് നൽകും.
മലയാളം സർവകലാശാല, ഞാൻ ഇവിടെ പഴയ പത്രക്കാരൊക്കെ ഉണ്ട്, സ്ഥാപിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് തിരൂർ നഗരസഭയാണ്. തിരൂർ നഗരസഭയിൽ വി അബ്ദുറഹ്മാൻ വൈസ് ചെയർമാനായിരുന്ന കാലത്താണ് അന്നത്തെ ബഡ്ജറ്റ് ബുക്കിൽ 50,000 രൂപ അതിൻ്റെ ടോക്കൺ മണിയായി വെക്കുന്നത് ഈ സർവകലാശാല ആരംഭിക്കാൻ വേണ്ടി. അന്ന് നമ്മൾ സർവകലാശാലയ്ക്ക് വേണ്ടി നോക്കിയ ഭൂമി തുഞ്ചൻ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റിക്കടവ് പാലത്തിനോട് തൊട്ട് കിടക്കുന്ന ആ ഭൂമി മൊത്തത്തിലായിരുന്നു. അവിടെ ഈ ഭാഗത്തുള്ള കുറച്ച് കരഭൂമിയും മറുഭാഗത്തുള്ള ഈ നിലവും. ആ ഭൂമി അക്വസിഷനുള്ള നടപടികളിലേക്ക് പോയി. ആ ഭൂമി അതിൽ നിന്ന് മാറ്റി അതേ ചതുപ്പ് നിലത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഷിഹാബ് തങ്ങളുടെ പേരിൽ ആശുപത്രി ഇപ്പോൾ പണിതിട്ടുള്ളത്. അപ്പോൾ ചതുപ്പ് നിലത്തിൽ കെട്ടിടം പണിയാൻ കഴിയുമോ ഇല്ലയോ എന്ന് അതിൽ നിങ്ങൾക്ക് ബോധ്യമായോ? ആ ആരോപണത്തിൻ്റെ കഴമ്പെന്താ? അപ്പോൾ ഷിഹാബ് തങ്ങളുടെ പേരിലുള്ള 5 or 6 നിലയുള്ള ഒരു കെട്ടിടം ആ ചതുപ്പ് ഭൂമിയിൽ അവിടെ പണിത് കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥലമായിരുന്നു ആദ്യം സർവകലാശാലക്ക് നമ്മൾ ചോദിച്ചു. അന്ന് നൂർ ലേക്കിൻ്റെ ഉടമയോട് ചോദിച്ചു സർവകലാശാല. അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായിരുന്നു. അന്ന് അദ്ദേഹം ഇത്ര ബിസിനസ്സൊന്നുമില്ല, ഒരുപാട് പണം ചെലവഴിച്ച് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ആ കാലത്ത്. കൊടുക്കാമെന്നവരെ പറഞ്ഞു. ആ ഭൂമി അടക്കം ഞാനാണ് അദ്ദേഹത്തോട് ആ ഭൂമിയെ പറ്റി ചോദിച്ചത്. അതിന് തൊട്ടടുത്ത ഭൂമിയാണ്. പിന്നീട് വന്ന MLA-മാർ മറ്റൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റാൻ തീരുമാനിക്കുകയും ആ ഭൂമി എടുത്തു. അതിൽ ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങളെ പരിശോധനയിൽ അവിടെ കെട്ടിടം നടത്താൻ പറ്റുമോ ഇല്ലയോ? നമ്മുടെ പുഴയുടെ അടിയിൽ മുഴുവൻ പാറയാണ്. തിരൂർ പൊന്നാനിപ്പുഴ അടിയിൽ മുഴുവൻ പാറയുള്ള, മേൽഭാഗം മാത്രമേ മണ്ണുള്ളൂ. ഇപ്പോൾ പല കടവുകളിലും നിങ്ങൾ ചെന്നാൽ ഒരു 5 മീറ്റർ ചെന്നാൽ അതിൽ നല്ല പാറ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലാണ് അതിൻ്റെ എല്ലാം ഈ കാല് ഉറപ്പിച്ചിട്ടുള്ളത്. എന്താ പറയാൻ, പില്ലർ ഉറപ്പിച്ചിട്ടുള്ളത്. അവിടെ ആദ്യം പരിശോധിച്ചതാണ്, അവിടെ അനുയോജ്യമാണ് എന്ന് കണ്ടിട്ട് ആ സ്ഥലം എടുത്തത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ, ഏറ്റവും കുറഞ്ഞ വിലയിൽ ഭൂമി കിട്ടുമെന്നറിഞ്ഞപ്പോൾ ആ ഭൂമി അവർ വാങ്ങി. സർവകലാശാല പോട്ടെ അങ്ങോട്ട് പറഞ്ഞു. ഈ ആരോപിക്കുന്നവർ തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. തെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ആരോപണങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ചാർത്തുക, മറ്റൊന്നുമല്ല. അവിടെ ഒരു കാര്യം ഞാൻ പറയാം. സർവകലാശാല കെട്ടിട നിർമ്മാണം ഇവിടെ നമ്മൾക്കൊരവസരം കിട്ടിയാൽ ആ കെട്ടിടം അവിടെ നിർമ്മിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. നോക്കൂ, ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള നിലവിലുള്ള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് സംഘപരിവാറിൻ്റെതാണ്. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും കേരളത്തിലോ മറ്റൊരു സ്റ്റേറ്റിലോ BJP നിർത്തിയായിട്ട് കേൾക്കാൻ പോലും വയ്യ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥി എവിടെന്നെങ്കിലും ജയിച്ചു വന്നിട്ടുണ്ട്? അതെന്തേ നിങ്ങൾ ചോദിക്കാത്തത്? അതുകൂടി ചോദിക്കണ്ടേ? കേരളത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ BJP എന്ന് അവർ പറഞ്ഞ മതേതര പാർട്ടി എന്ന് അവർ പുറത്ത് അവകാശപ്പെടുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിൻ്റെ ഒരു സ്ഥിതി ഇതാണ്. അവരെന്തേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കേരളത്തിൽ നിർത്താത്തത്? നിങ്ങളാരും ചോദിച്ചോ? ഇവിടെ കേരളത്തിൽ ഒരു പൗരന് വോട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കും ചെയ്യാം. SDPക്കാർ ആളെ നിർത്തിയോ, BJPക്കാർ ആളെ നിർത്തിയോ, അല്ലെങ്കിൽ ജമാഅത്തുകാർ ആളെ നിർത്തിയോ, ഇതൊന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും. SDPI പിന്തുണ തേടുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. നിങ്ങൾ തേട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തേടാം, നമുക്ക് വേണ്ട, അത് വേറെ കേസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഉത്തരം നിങ്ങൾ പറയണം. തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിനാണ് ഉത്തരം പറയേണ്ടത്. പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ BJP, സംഘപരിവാർ, RSSന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ?
ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇവിടുത്തെ BJP-കാരനോട് അല്ലെങ്കിൽ ഇവിടുത്തെ നിങ്ങൾ പറഞ്ഞ SDPI-കാരോട് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കും വോട്ട് ചെയ്യാം. അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി നിങ്ങളൊന്ന് ചേർത്ത് ആലോചിക്കുക. എന്നോട് BJP-യിലെ ഒരു മുസ്ലിം നേതാവ് തന്നെ പറഞ്ഞാണിത്. ആരും ഇതൊന്ന് ചോദിക്കാൻ പോലും ഒരു മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല. അതാണ് അതിനുള്ള ഉത്തരം. നോക്കൂ, നിങ്ങൾ മാധ്യമങ്ങളുടെ ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ ആരുടെ പിന്തുണ തേടാനും ഞാനില്ല, ആരുടെ പിന്തുണ ഇത് രണ്ടിനും നമ്മളില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് താനൂരിൽ ഞാൻ മത്സരിച്ചിരുന്നു. അവിടെ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തി എങ്ങനെ അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചു നിന്നു. ഇവിടെയും തിരൂരിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? എല്ലാവരും ഒന്നിച്ചിരുന്നു. 75 വർഷമായി ഞാൻ അതിൻ്റെ കഥകൾ മുഴുവൻ പറഞ്ഞു. ഇവിടുത്തെ MP-മാർ മുസ്ലിം ലീഗായിരുന്നു, എന്ത് ചെയ്തു? ഇവിടുത്തെ MLA-മാർ മുസ്ലിം ലീഗായി എന്ത് ചെയ്തു ഈ നാട്ടിന്? അത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പൊതുസമൂഹമാണ്. അവരതിന് ഉത്തരം പറയട്ടെ. ഈ ഒരു റോഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് തന്നെ 1.56 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുത്തോളാം. ഞാൻ വേണമെങ്കിൽ അത് ഇതിലുണ്ടോ, അത് നിങ്ങൾ കാണിച്ചു, അത് നിങ്ങൾ കാണേണ്ട ഒരു സാധനം. അത് തിരൂരിലെ പത്രക്കാരൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തി എന്ന് പറയുന്നുണ്ട്. ഇത് ഈ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് സത്യത്തിൽ എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ സത്യത്തിൽ എനിക്ക് ലജ്ജയാണ്. ഞാൻ പറയാം, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. ആദ്യത്തെ ഭൂമിയുടെ അളവാണ് ഇതിലുള്ളത്. ഈ ഭൂമി വാങ്ങിയതിന് ശേഷം അവിടെ ഈ റോഡ് വികസനത്തിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു? മതിലൊക്കെ പൊളിച്ചു മാറ്റി. വൈഡനിങ്ങുള്ള സ്ഥലം ഒഴിവാക്കിയിട്ടാണ് ഇത് കെട്ടിയത്. അവർ അന്ന് പറഞ്ഞ് ആദ്യം എന്നോട് ആവശ്യപ്പെട്ട സ്ഥലം ഒഴിവാക്കിക്കൊണ്ടാണ് ആ ഗ്രില്ല് അവിടെ കെട്ടിയിട്ടുള്ളത്. പിന്നീട് ഇതേപോലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, തലക്കടത്തൂർ ടൗണ് നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. തിരൂർ തലക്കടത്തൂർ റോഡ് അവിടെ നമ്മൾ ചെയ്തത്, ഭൂമി തരുന്നവർക്കൊക്കെ തന്നെ ഒരു സർക്കാർ ഉത്തരവ് നൽകി ഇത്ര ഭൂമി അവർ സൗജന്യമായി വിട്ടുതരുന്നു. കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം അവർക്ക് നൽകാനുള്ള നിയമം നമ്മുടെ സർക്കാരിനുണ്ട്. ആ ഒരു ജിയോ പുറത്തിറക്കി എല്ലാവരും കൊടുക്കുക, എല്ലാവരും ഭൂമി തരും, ആരും തടസ്സം നിൽക്കില്ല. അപ്പോൾ ഈ ഒരു ഭൂമി നമ്മൾ വിട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ രേഖയാണിത്. ഞാൻ ഇവരെ പോലെ റൂട്ടിൽ നടന്ന് ഇതൊന്നും പറയരുതെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ ഇതിപ്പോൾ പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു രേഖ വെച്ചിട്ട് തന്നെ പച്ചക്കളവാണ് ഇവർ പ്രചരിപ്പിക്കുന്ന ഒന്നില്ല. ബോട്ട് ദുരന്തം പോലെ. ബോട്ട് ദുരന്തത്തിൻ്റെ നിങ്ങൾ കണ്ടല്ലോ, കേട്ടല്ലോ. ആരാണ് ബോട്ട് ദുരന്തം വരുമെന്ന് ആദ്യം പ്രവചിച്ചത്? താനൂർ നഗരസഭയിലെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അവിടുത്തെ കൗൺസിലറുമാണ് അപകടം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ആ ബോർഡുകൾ ഓടാൻ പാടില്ല, അതിന് മുനിസിപ്പൽ ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല. അതേപോലെയല്ലേ ഇത്? അവിടെ സ്ഥലം വിട്ട്, അവിടെ അളക്കാൻ പറയാം, സ്ഥലം വിട്ട് ഈ ആധാരം വെച്ച്, ഈ ആധാരം ഉപയോഗിച്ച് അവിടെ സ്ഥലം അളക്ക്. എന്നിട്ട് എത്ര സ്ഥലമാണ് റോഡിന് വേണ്ടി ഇവിടെ വിട്ടു തന്നിട്ടുള്ളത് എന്നത് പരിശോധിക്കണം. 1.56 സെൻറ്റ് സ്ഥലം അതിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞ അധികം സ്ഥലമാണ് ഒരു ജിയോർക്ക്. എന്നിട്ട് കെട്ടിട ചട്ടപ്രകാരമുള്ള ഇളവ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അനുവദിക്കും. ഇന്നും അവർ തിരൂർ നഗരസഭ ചെയ്തൊരു വൃത്തികേടുണ്ട്. ഇന്നും അവിടെ ഈ ഭൂവുടമകൾ പലരും സ്ഥലം നൽകുന്നു. അവർക്കൊന്നും ഇത്തരത്തിലൊരു ജിയോ കൊടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ അറിവിൽ ഇന്നേ വരെ അവർക്ക് ആർക്കും ഈ ആനുകൂല്യത്തിൻ്റെ ഒരു ജിയോ ഇന്നേ വരെ നൽകിയിട്ടില്ല. ഒരു സർക്കാർ ഉത്തരവ് വേണമല്ലോ അവർക്ക് ആ ആനുകൂല്യം കിട്ടണമെങ്കിൽ, അത് നൽകിയിട്ടില്ല. മാത്രമല്ല എൻ്റെ ഒരു അനുഭവത്തിലുള്ള സ്വപ്നനഗരി പദ്ധതിക്ക് സ്ഥലമെടുത്തിട്ട് അവിടുത്തെ ജനങ്ങളിപ്പോൾ ആ ഭൂമി നൽകിയ പാവങ്ങളായില്ല അവർ കഷ്ടപ്പെടുന്നത് എപ്പോഴും ഞാൻ കാണും. ഇവരെങ്ങനെ വിശ്വസിച്ച് ഈ സാധനം ആദ്യം തരാതെ കൊടുക്കും? ആദ്യം ആവശ്യമുള്ള സ്ഥലം വിട്ടുകൊടുത്തു. അവർ പറഞ്ഞൊരു സ്ഥലം ഇതാണ്, ആ ആധാരത്തിൻ്റെ ഒരു കോപ്പി.
ഇത് കണ്ടോ എത്ര ഭൂമിയുണ്ട് നോക്കൂ. അതിൻ്റെ പിന്നീട് വിട്ടുകൊടുത്തതിനുള്ള ശേഷമുള്ളതാണ്. അവർ പറഞ്ഞത് ഒരു ഭാഗത്ത് ഒരു സൈഡ് തരിക, മറു സൈഡ് അപ്പുറത്ത് വാങ്ങാം എന്നാണ് പറഞ്ഞത്. അത് പ്രകാരം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കുക എന്നുള്ള സത്യത്തിൽ ഒരു പദവിയിലിരിക്കുന്ന ഒരാളെന്നുള്ളത് കുറച്ചില്ല. പക്ഷേ എന്തിനും കളവ് പറയുക, 100 കളവുകൾ പറഞ്ഞ് ഒരു കളവെങ്കിലും സത്യമാക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ശരിയായ കാര്യം അതിൽ എത്ര സെൻറ്റാണ് ഇതിലുള്ളത്. ഈ ആരോപണം വന്നതിന് ശേഷമാണ് ഞാൻ കോണ്ടൂർ സർവേ എടുത്തു വെച്ച് അതിൻ്റെ ആവശ്യം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തു വെച്ചതാണ്. അത് പ്രകാരമുള്ളതാണ് ഇത്. അതിൽ നോക്കൂ, സ്ഥലം വിട്ടതും രണ്ടും കൂടി നോക്കൂ. എവിടെ വിട്ടുകൊടുത്ത ആ പച്ച ലൈനുള്ള ഭാഗം, ഇതാ ഈ ഭാഗം ഇവിടെ അതാ വിട്ടുകൊടുത്ത നോക്ക്, എത്രയാണ് വിട്ടുകൊടുത്ത് നോക്കൂ, 1.56. ഇതല്ലേ സത്യം? ഈ സത്യം ജനങ്ങൾ അറിയണ്ടേ? നാട്ടിൽ നടന്ന് മുഴുവൻ കളവ് പ്രചരിപ്പിക്കുകയല്ലേ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? പവൻ ഗോൾഡ് തിരൂർ.